കുഷ്മാണ്ഡത്തിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ. അതായത് നെയ്ക്കുമ്പളം, സംസ്കൃതത്തിലാണ് കുഷ്മാണ്ഡം എന്ന് പറയുക കേട്ടോ. വിൻ്റർ മെലൺ, ആഷ്ഗോഡ് എല്ലാം ഇതിൻ്റെ പേരാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ കുമ്പളങ്ങയുടെ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കൃഷി ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞു കേട്ടോ. 3 മുതൽ 6 മാസം വരെ നമുക്ക് വിളവെടുക്കാം കേട്ടോ. ഇപ്പം മൂത്തതെല്ലാം ഞങ്ങൾ പറിച്ചെടുക്കാൻ വന്നതാണ് ഇന്ന്. കണ്ടോ, എല്ലായിടത്തും അവിടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി പറിച്ചെടുത്ത് നോക്കാം നമുക്ക്. ഇതിന് ധാരാളം ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാട്ടോ. ഈ വള്ളികളിൽ ഉണ്ടാകുന്നതിലേക്കും വെച്ച് ഏറ്റവും പോഷകമൂല്യമുള്ള ഒരു ഐറ്റമാണ് കുമ്പളം കേട്ടോ. അത് ഈ കുമ്പളമായാലും ശരി, വലിയ കുമ്പളമായാലും ശരി, 2 കുമ്പളങ്ങയിലും ഉണ്ട്. അതിൽ ധാരാളം വൈറ്റമിൻ എ, സി, ഇ, പിന്നെ മിനറൽസായ പൊട്ടാസ്യം, കാൽസ്യം, അയൺ, സിങ്ക് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ലതാണ്. ഇത് കൊണ്ട് ആർക്കും ദോഷമില്ല. ഷുഗറുകാർക്കും കഴിക്കുക, തൈറോയിഡുകാർക്കും കഴിക്കുക, വെയിറ്റ് ലോസുകാർക്ക് കഴിക്കുക, എല്ലാവർക്കും കഴിക്കുക. ഇത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അസിഡിറ്റി ഒക്കെ കുറയ്ക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള വിരശല്യത്തിന് ഇതിൻ്റെ കുരുവെല്ലാം ഉണക്കിപ്പൊടിച്ച് മരുന്നാക്കിയിട്ട് കൊടുക്കും. അങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പാണ് കാണിക്കുന്നത്. നമ്മളൊരു ഇംഗ്ലീഷ് വളം ഒന്നും ഇടാതെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ ഒരു കൃഷിയാണിത്. അപ്പോൾ വിളവെടുപ്പ് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവർക്കും. നമുക്ക് വിളവ് കിട്ടുമ്പോൾ സന്തോഷമാണ്, പക്ഷെ കഷ്ടപ്പെടുമ്പോൾ ലേശം ബുദ്ധിമുട്ടാണ്. കഷ്ടപ്പെടാൻ നമുക്ക് ആർക്കും അത്ര ഇഷ്ടമില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമായിട്ട് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതാ ഇത്രയെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന്. അപ്പം ഞാനിതാ കിട്ടിയതെല്ലാം ഞങ്ങളെല്ലാം പറിച്ചു കഴിഞ്ഞ് ഞാനിത് കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇത് വേണേൽ സൂക്ഷിക്കാം. നമുക്ക് 1 വർഷത്തിലധികം വേണമെങ്കിൽ സൂക്ഷിക്കാം. ഇത് കടയിൽ കൊടുക്കണേ കൊടുക്കും ചെയ്യാം കേട്ടോ. സൂക്ഷിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിലത്ത് വെക്കുകയല്ല, ഇത് കെട്ടി തൂക്കണം കേട്ടോ. അപ്പം ഞാൻ അതിന്ന് ഒന്നെടുത്തിട്ട് ഇന്നൊരു കറി വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വളരെ ചെറുതെടുത്ത് ഞങ്ങൾക്ക് കുറച്ച് ആൾക്ക് കുറച്ച് കറി മതി. അപ്പോൾ ഇതങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചെടുത്തു. ഇനി അതിൻ്റെ തോലെല്ലാം ചെത്തിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതിൻ്റെ തോല് നല്ലതാട്ടോ, കൊണ്ടാട്ടം ഉണ്ടാക്കുക. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് കളയാനില്ല. അപ്പോൾ ഞാനൊരു കുമ്പളം മുറിച്ചെടുത്ത് കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചെടുത്തു. ചട്ടിയിലിട്ട് അതിലിതാ ഒരു 1/2 ടേബിൾ സ്പൂൺ പോലെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളമൊഴിച്ച് എല്ലാം കൂടി ഒന്ന് കലക്കിയിട്ട് അടുപ്പത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് വെന്ത് കഴിയണം. നമുക്കിതിലേക്ക് ബാക്കി കുറച്ച് കൂട്ടെല്ലാം ചേർക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനിതെല്ലാം കലക്കി ഒരു കുടുക്കയിൽ വെച്ച് വിറകടുപ്പത്താണ് വെച്ചത് കേട്ടോ. വിറകടുപ്പത്ത് വെച്ച ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വിറകടുപ്പിൽ വെക്കാനാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അതിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട തൈരാണ് കണ്ടോ. അതപ്പോൾ ഒന്ന് മിക്സിയിൽ ജാറിൽ ആദ്യം തന്നെ അടിച്ചവിടെ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ഇനി ബാക്കി കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വേണം നമുക്ക്. കുറച്ച് നാളികേരം, അതായത് ഒരു മുറിയിലധികം നാളികേരം ചിരകിയതും, 1 ടീസ്പൂൺ പോലെ നല്ല ജീരകം, ഒരു 4-5 ചുവന്നുള്ളി, 4-5 വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം വേണ്ട. കുറച്ച് ബാക്കി നമ്മൾ തൈര് ഒഴിക്കുമല്ലോ, അപ്പോൾ അത്രയും വെള്ളം വേണ്ട. നമ്മളെ പാകത്തിന് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ഒഴിക്കുക. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ആ തൈരാക്കി അതേ പാത്രത്തിൽ തന്നെയാണ്, മിക്സിയുടെ ജാറിലാണ് ഞാൻ അടിച്ചെടുത്തത്. ഇനി നമുക്ക് നമ്മൾ കറി ഉണ്ടല്ലോ അടുപ്പത്ത് വെച്ച് അതെന്തായി നോക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. കഷ്ണം കണ്ടോ, എടുത്ത് കോരി നോക്കിയാൽ അറിയാം നമുക്ക്. കണ്ടോ, നല്ല ഒരു കളറായി വന്നില്ലേ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം നിറമൊക്കെ വിട്ടിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആ നാളികേരക്കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാവരും വെക്കുന്ന കറിയൊക്കെ തന്നെയായിരിക്കും ഇത്, പ്രത്യേകിച്ചൊന്നല്ല. പക്ഷേ ഞാനിതൊക്കെ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു. അക്കൂട്ടത്തിൽ ഒരു കറിയും വെച്ചു. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാം മക്കളെ. ടേസ്റ്റിനേക്കാളും ഇതിൻ്റെ ഗുണം ഭയങ്കര കേട്ടോ. ഇത് മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അതാ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ വറവിന് ഇടലേക്കാളും നല്ലത് ഇങ്ങനെ കറിയിലിടുക കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എന്നിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മളിതാ ഈ തൈരും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അടിച്ചു വെച്ച തൈരുണ്ടല്ലോ, പിന്നെ അത് തിളയ്ക്കണ്ട കേട്ടോ. തൈര് ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കൊന്നും വേണ്ട അധികം. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു വറവ് കഴിക്കണം. അപ്പോൾ ഇതാ ഞാനൊരു ചട്ടിയിൽ അതെ നമ്മൾ ചെറിയ ഫ്രൈങ് പാൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിതാ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ അതിന് നല്ലത് കേട്ടോ. പിന്നെ എരിവ് വേണമെങ്കിൽ കുറച്ച് മുളകും ഇട്ട് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലിയാണ്. അപ്പം കറിക്ക് അധികം എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി എടുത്തത്. അപ്പോൾ അതും കൂടെ ആക്കിയിട്ട് നല്ലപോലെ മൂത്തിട്ട് നമ്മളെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതാ കണ്ടോ എന്താ മക്കളെ കറി, അതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലായിട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് ഇത് ഏത് ആൾക്കാർക്കും കഴിക്കാം. എത്ര ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് വരെ കഴിക്കാം, അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെക്കുക, അതിൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതിരിക്കുക. ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒന്ന് കോരി ഒഴിക്കുക കേട്ടോ. നമുക്ക് ചോറിന് കൂട്ടാനെടുക്കാം. പിന്നെ ഇങ്ങനെ മോര് കറിയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് വെയറിൽ അങ്ങനെ ചിരട്ട കയ്യിൽ കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് നല്ലത് കേട്ടോ. നമ്മൾ ഈ അലൂമിനിയം വെസലിലൊന്നും ഒരിക്കലും മോരിൻ്റെ ഒരു വിഭവം ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. ഇതാ മക്കളെ, ഈ ഒരു കറി മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ കേട്ടോ. ആരോഗ്യപ്രദമാണ്, ടേസ്റ്റിയാണ്. അപ്പം നമ്മളിതാ വിളവെടുപ്പും കണ്ടു, അതിൻ്റെ ഒരു വിഭവം ഉണ്ടാക്കി കാണിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.